ആദ്യമായിട്ട് ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഞാനൊരു ഗവൺമെന്റിന്റെ പ്രതിനിധിയോ കേരള സർക്കാരിന്റെ പ്രതിനിധിയോ ഒന്നുമല്ല. വർഷങ്ങളായി ഈ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ നടത്തുകയും ചില എഴുത്തുകുത്തുകളൊക്കെ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായിട്ട് ഇതുപോലെ പ്രസന്റേഷൻ വിവിധ കേന്ദ്രങ്ങളിൽ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിച്ചപ്പോൾ അമീർക്കയാണ് ക്ഷണിച്ചത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല ഞാൻ പങ്കെടുക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയും അരമണിക്കൂറാണ് സമയം തന്നിട്ടുള്ളത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഈ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ പ്രസന്റേഷനിലേക്ക് കടക്കാം. പ്രവാസി ക്ഷേമ പദ്ധതികൾ പലതും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ബോഡികൾ, കേരള സർക്കാർ നമുക്ക് നൽകുന്ന സേവന പദ്ധതികൾ രണ്ട് ബോഡികളാണ് നൽകുന്നത്. ഒന്ന് നോർക്ക റൂട്ട്സ് ആണ്, രണ്ടാമത്തത് കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്നുള്ള രണ്ട് ബോഡികൾ. അത് നോർക്കയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളിൽ എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്, അതുപോലെ തന്നെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് ചെറിയ തോതിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം മുൻകൂട്ടി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പൊതുവായിട്ടുള്ള പല ധാരണകളുണ്ട്, അതുപോലെ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോഴേക്കും അതിനകത്ത് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ഇതെല്ലാം വേസ്റ്റ് ഓഫ് മണിയാണ്, കാര്യമല്ല. അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചേർന്ന് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആമുഖമായി പറയാനുള്ളത്, ഇത് സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണ്. സർക്കാർ നൽകുന്ന വിവിധ പദ്ധതികളാണ്. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരാണ്. അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരോ വന്നോട്ടെ, നമ്മുടെ സർക്കാരാണ്. നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതി, പ്രവാസികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതി, അതിനോട് ചേർന്ന് നിൽക്കുകയും പരമാവധി നമ്മൾ അതിൽ എൻറോൾ ചെയ്യുകയും ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രവാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കൂടുതലായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ഈ പദ്ധതികളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രഷർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ പ്രഷർ